IMECT കൂടെ ഈ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ IMECT റാങ്ക് വെറും വേസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞു വന്നത് IMECT ഒപ്പം തന്നെ നിങ്ങൾ എടുക്കേണ്ട സ്പോൺസർഷിപ്പ് ആണ്. +2 സയൻസ് ഇപ്പോൾ ജസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് നിൽക്കുന്ന കുട്ടികൾ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കാണ് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി. എന്തിന്? ഒരു ജോബ് ലെറ്റർ കയ്യിൽ വാങ്ങിയതിന് ശേഷം മെർച്ചന്റ് നേവി കോഴ്സുകൾ പഠിക്കാനായിട്ട്. അങ്ങനെ ചെയ്യുന്നതിന്റെ പേരാണ് സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത്. സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് വലിയ വലിയ കമ്പനീസ് ആയിട്ടുള്ള ആംഗ്ലോ ഈസ്റ്റേൺ, ഗ്രേറ്റ് ഈസ്റ്റേൺ, മേഴ്സ്ക്, സിനർജി, സീസ്പാൻ ഇതുപോലുള്ള ഒരുപാട് കമ്പനീസ് എന്ത് ചെയ്യും, അവർക്ക് 12th സയൻസ് ഇപ്പൊ ജസ്റ്റ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന കുട്ടികളെ ആവശ്യമാണ്. എന്തിന്? ഫ്യൂച്ചർ ഓഫീസർ ആകാൻ, അവരുടെ കമ്പനി ഫ്യൂച്ചർ ക്യാപ്റ്റൻ ആകാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് ചെയ്യേണ്ട കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് സ്പോൺസർഷിപ്പ് എക്സാം, സ്പോൺസർഷിപ്പ് ഇന്റർവ്യൂ എന്നൊക്കെ പേരുകളിൽ അറിയപ്പെടും. അപ്പൊ ഇതെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം അതിനോടൊപ്പം IMECT റാങ്കും നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ DNS എന്ന് പറയുന്ന മെർച്ചന്റ് നേവി കോഴ്സ് വിത്ത് ജോബ് ലെറ്റർ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് +2 സയൻസ് പഠിച്ച കുട്ടികൾക്കാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി എന്റെ കയ്യിൽ ബെസ്റ്റ് സ്പോൺസർഷിപ്പ് കമ്പനികളുടെ ലിസ്റ്റും അതിന് വേണ്ടുന്ന PCM പെർസെന്റേജും അടങ്ങിയ ഒരു ഡോക്യുമെന്റ് കയ്യിലുണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തെ റാങ്ക് ഹോൾഡേഴ്സ് യൂസ് ചെയ്ത ഒരു ഡോക്യുമെന്റ് ആണ്. നിങ്ങൾക്ക് താല്പര്യമാണ്, നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് PCM എന്നൊന്ന് കമന്റ് ചെയ്താൽ മതി. ഞാൻ പേഴ്സണലായിട്ട് അയച്ചു തരാം. +2 സയൻസ് പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട.